വൈകുന്നേരം ഒരുപാട് വൈകി വീട്ടിലെത്തിയ പാക്കരൻ പോലീസ് പാത്ത് പതുങ്ങി അടുക്കളവാതിലൂടെ അകത്തേക്ക് കയറി. ഭാഗ്യം, ആ മൂദേവി ഉറങ്ങിക്കാണും. ഇന്ന് അവളുടെ കുഞ്ഞമ്മയുടെ കൊച്ചിന്റെ ചോറൂണിന് പോകാൻ പുതിയ സാരി മേടിച്ച് നേരത്തെ വരാന്ന് വാക്ക് കൊടുത്തതായിരുന്നു. ഒച്ചയുണ്ടാക്കാതെ ചോറുണ്ണാൻ പാത്രം പൊക്കി നോക്കിയപ്പോ അതിൽ ഒരു കുറിപ്പ്: ഹാളിലുണ്ട്, ഇങ്ങോട്ട് പോരെ. അകത്ത് കലി പിടിച്ച് ഭാര്യ നിൽക്കുന്നത് കണ്ട് പാക്കരൻ പോലീസിന്റെ കെട്ടിറങ്ങിപ്പോയി. പിന്നെ ഒരു ബഹളമായിരുന്നു. ഞാനിനി എങ്ങനെ കുഞ്ഞമ്മയുടെ മുഖത്ത് നോക്കും? നിങ്ങൾക്കിന്ന് പച്ചവെള്ളം തരത്തില്ല ഞാൻ. പക്ഷേ പാക്കരൻ പോലീസ് പച്ചവെള്ളം തന്നെ കുടിച്ച് ഉറങ്ങാൻ കിടന്നു. നേരം വെളുക്കാറായപ്പോ പാക്കരൻ പോലീസ് സ്നേഹത്തോടെ അവളോട് ചേർന്ന് കിടന്നു. അതേ, നാളെ നല്ലൊരു പട്ടുസാരി മേടിച്ചു തരാടി. ഇങ്ങനെ പിണങ്ങല്ലേ പൊന്നെ. കിടന്നുറങ്ങും മനുഷ്യ, എനിക്കൊരു മൂടില്ല. പാക്കരൻ പോലീസിന് കലി കയറിയെങ്കിലും മിണ്ടാതെ അടങ്ങി കിടന്നു. ഇത് പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ. പിറ്റേന്ന് തുണിക്കടയുടെ മുന്നിൽ പാർക്ക് ചെയ്ത ബൈക്കുകാരനെ പൊക്കി സ്റ്റേഷനിൽ എത്തിച്ചപ്പോ പാക്കരൻ പോലീസ് കാര്യം തിരക്കി. സാറേ, ഭാര്യയ്ക്ക് ഒരു സാരി മേടിക്കാൻ കയറിയതാ. വണ്ടി നോ പാർക്കിങ്ങിലാണെന്ന് ഓർത്തില്ല സാറേ. സാരി എന്ന് കേട്ടതും പാക്കരൻ പോലീസ് ചാടി എണീറ്റ് അവന്റെ മുതുകിനിട്ട് രണ്ടു കൊടുത്തു. കരണത്തിനിട്ട് ഒന്ന് കൊടുത്തപ്പോ ചെവിക്കല്ല് തെറിച്ച് അപ്പുറത്തെ ഏമാന്റെ തലയിൽ ചെന്ന് വീണു. അടികൊണ്ട് അവശനായ ബൈക്കുകാരൻ കണ്ണു പിടിച്ചു നോക്കി. പാക്കരന്റെ ദേഷ്യം അടങ്ങിയപ്പോ പറഞ്ഞു: കൈത്തരിപ്പ് എവിടെയെങ്കിലും തീർക്കണ്ടേ കുട്ടാ. ഇടിയൻ പാക്കരന്റെ കുസൃതികൾ കണ്ടുകൊണ്ടിരുന്ന CCTV പുഞ്ചിരിച്ചു. ഞാനെല്ലാം കാണുന്നുണ്ട് പാക്കര, നിനക്കുള്ളത് വെച്ചിട്ടുണ്ട് ഭീകര. കാക്കിയിട്ട ക്രൂരന്മാരെ കർത്താവ് കാക്കട്ടെ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.